സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. അനുദപിക്കുന്നവരെ കുറിച്ചാണ് ഇന്ന് പ്രധാനമായും ഈശോ പറയുക. അതിലൊരു നല്ല ഉദാഹരണം 10 നാണയങ്ങൾ നഷ്ടപ്പെട്ടു പോയ 10 നാണയങ്ങളിൽ 1 നഷ്ടപ്പെട്ടു പോയ ഒരു വിധവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഏവർക്കും 10 നാണയങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ആ 10 നാണയങ്ങളിൽ 1 പോയാൽ 9 ഇല്ലേ എന്ന് ആണ് നമ്മൾ സാധാരണ ചിന്തിക്കുക. എന്നാൽ ആ ഒരെണ്ണം ഈ 10 ഒരുമിച്ച് ചേർക്കുന്ന ഒരു ചങ്ങലയായിരുന്നു. അത് ഒരു കണക്ഷൻ വിട്ടുപോയി. അപ്പോൾ ആ ബന്ധങ്ങൾ മുഴുവനും തകരുകയാണ്. 10 നാണയങ്ങളാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. 10 കൽപ്പനകളാണ്. 10 നാണയങ്ങളാകുന്ന ആ കൽപ്പനയാകുന്ന ഒരു ആഭരണം, മാലയാണ് നമ്മുടെ കഴുത്തിൽ കിടക്കുന്നത്, നമ്മുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ്. ഇതൊക്കെ ഈ 10 കൽപ്പനയാണ്. അതിലെ ഒരു ചെയിൻ വിട്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കണ്ണി അകന്നു പോയാൽ അത് നമുക്കതിടാനും പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും കണ്ണി അകന്നു പോയിട്ടുണ്ടോ, നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കൽപ്പനയിൽ ഏതെങ്കിലും 1 നഷ്ടപ്പെട്ടാൽ അത് വലിയൊരു നഷ്ടമാണ് സഹോദരങ്ങളെ. അത് നേടിയെടുക്കണം. നഷ്ടപ്പെട്ടു പോയാൽ അതിനെക്കുറിച്ച് അനുദപിക്കണം. അങ്ങനെ അനുദപിച്ചാൽ കിട്ടുന്ന ഒരു സൗഖ്യമുണ്ടല്ലോ, നമുക്ക് ആ പാപമോചനം കിട്ടുമ്പോൾ ആ ഒരു സൗഖ്യം, ആ സന്തോഷം, അതൊരു പൂർണ്ണ വിടുതലാണ്. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.